മണിച്ചിത്രത്താഴ് സിനിമ കണ്ട് 17 വയസ്സുകാരൻ പിന്നീട് ജർമ്മനിയിലെ ഡോക്ടറായ സംഭവം നമ്മൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണത്. അതിലേപോലെ മാനസികാരോഗ്യ വിദഗ്ധനായ, അതും വളരെ പ്രായമേറിയ വ്യക്തികളുടെ മാനസിക പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ജർമ്മനിയിലെ ഡോക്ടറായിട്ട് മാറിയിരിക്കുകയാണ് ഡോക്ടർ ജെമി എന്ന് പറയുന്ന കോട്ടയംകാരൻ. ഇതിനു മുമ്പ് റീമാസ്റ്ററിങ് ചെയ്തു വന്ന ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ വളരെയധികം കല്ലുകടി ഉള്ളതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതിലെ ജഗതിയുടേതും മോഹൻലാലിൻ്റെ സ്റ്റണ്ടും ഒക്കെ ഉൾപ്പെട്ട ആ സിനിമ, അതിൻ്റെ ഒരു കഥാഗതി തന്നെ വല്ലാത്തൊരു അനുഭവമായിട്ട്, വളരെ ഇഷ്ടപ്പെടാത്തൊരു അനുഭവമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയായിട്ടാണ് അന്ന് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല, മോഹൻലാലിൻ്റെ ചില വേദാന്ത ലെവലിലുള്ള സംഭാഷണവും പുരാണ ദൈവിക കഥാപാത്രങ്ങളുടെ കൂട്ടുള്ള സംഭാഷണ ലെവലും എല്ലാം തന്നെ അതിൻ്റെ ആ ഒരു സിനിമ ലെവലിനെ, അനുഭൂതിയെ അത്ര സുന്ദരമായിട്ട് തോന്നിച്ചില്ല. സുന്ദരമാക്കിയത് സംഗീതത്തിൻ്റെ ലെവലും അതിൻ്റെ ആ സിനിമാറ്റോഗ്രാഫി, അത് വളരെ മനോഹരമായിട്ട് തോന്നി. മാത്രവുമല്ല, മോഹൻലാലിൻ്റെ വ്യത്യസ്തമായ കഥയെ തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള അഭിനിവേശം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വാനപ്രസ്ഥത്തിലെ കഥകളി ആചാര്യൻ, ഒട്ടുമിക്ക നടന്മാരും, നല്ല ഒരു നടന്മാർക്കും, അത് ഇന്ത്യയിലെ ഒരു നടന്മാർക്കും ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റാത്ത ലെവലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ കമലദളത്തിലെ നൃത്താധ്യാപകൻ, പിന്നീട് ഭാരതത്തിലെ സംഗീതജ്ഞൻ എന്ന് പറയുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ രീതികൾ മോഹൻലാൽ ചെയ്തതുപോലുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ള സംഗീത പ്രാധാന്യമുള്ളൊരു സിനിമയുടെ ലെവലിൽ മോഹൻലാൽ ആ രീതിയിൽ ചെയ്ത ലെവലിനെ കുറിച്ച് നമുക്ക് അഭിനന്ദിക്കാം. എന്നുപരി മോഹൻലാലിൻ്റെ അഭിനയമൊന്നും മികച്ചതായിട്ട് ദേവദൂതനിൽ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. ഇനിയും വരുന്നതായിട്ടുള്ള റീമാസ്റ്ററിങ് ആണല്ലോ മണിച്ചിത്രത്താഴ്. ആ മണിച്ചിത്രത്താഴിലെ കാര്യമാണ്. കോട്ടയം ചിങ്ങവനത്തുള്ള സെൻറ്റ് ജോർജ് തിയേറ്റർ എന്ന് പറയുന്നൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പനും അമ്മയും ജർമ്മനിയിൽ ജോലി ചെയ്തിരിക്കുന്ന സമയത്ത് മകനെ പഠനത്തിന് ശേഷം അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് 1993 മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്ന സമയത്ത് 17 വയസ്സുള്ള ആ വ്യക്തി അവൻ്റെ പ്രീ ഡിഗ്രി പഠന സമയത്ത്, അന്ന് +2 ആയിരുന്നില്ല, പ്രീ ഡിഗ്രി ആയിരുന്നു, 10ാം ക്ലാസ്സിന് ശേഷം ഉണ്ടായിരുന്ന സമയത്ത്, അവൻ 93 ഇറങ്ങിയ സമയത്ത് 94ലേക്കാണ് ബി ക്ലാസ് സെൻറ്ററുകളിൽ അന്ന് വരുന്നത്. അന്ന് തിയേറ്ററുകൾ, ഇവിടെ റിലീസ് സെൻറ്റർ എന്ന് പറയുന്നത് 100-200 തിയേറ്ററുകളായിട്ട് ഒന്നിച്ച് ഇറക്കുന്ന പരിപാടിയായിരുന്നില്ലല്ലോ. എന്നാൽ അത് ആദ്യം 20 തിയേറ്ററോ മറ്റോ ആയിട്ട് എ ക്ലാസ് തിയേറ്റർ എന്ന് പറഞ്ഞു വരും. അവിടെ കുറേ നാൾ ഓടിയതിന് ശേഷമാണ് ബി ക്ലാസ് തിയേറ്ററിലേക്ക് വരുന്നത്. ബി ക്ലാസ്സും കഴിഞ്ഞിട്ടാണ് ഗ്രാമപ്രദേശത്തിലെ സി ക്ലാസ് എന്ന് പറയുന്ന തിയേറ്ററിലേക്ക് സിനിമ വന്നുകൊണ്ടിരുന്നത്. ബി ക്ലാസ് തിയേറ്ററിലെ ചിങ്ങവനത്തിലെ സെൻറ്റ് ജോർജ് തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് ആ സിനിമ ആദ്യമായിട്ട് കാണുമ്പോൾ മോഹൻലാലിൻ്റെ മാനറിസങ്ങൾ, നടത്തം, സംഭാഷണം ഇവയെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു പോയി. ആ സിനിമ തന്നെ അത്ഭുതപ്പെടുത്തിയ ആ വ്യക്തിക്ക് മോഹൻലാലിൻ്റെ ആ പല രീതിയിലുള്ള ലെവല്, ആ നടന ലെവല് തന്നെ കണ്ടുകൊണ്ട് തന്നെ എനിക്കും ഇതുപോലൊരു ഡോക്ടറാകണം, മനോരോഗ വിദഗ്ധനാകണം എന്നുള്ള ചിന്ത ആ വ്യക്തിയിലേക്ക് കടന്നു വരികയും വർഷങ്ങൾക്ക് ശേഷം, അതിനുശേഷം അദ്ദേഹം MBBSയിലേക്കും MDയിലേക്കും വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലമായിട്ട് തന്നെ ഡോക്ടറായി, മനോരോഗ വിദഗ്ധനായിട്ട് തന്നെ തീരുവാനായിട്ടുള്ള അവസ്ഥ എത്തി എന്നാണ് ആ വാർത്തയിൽ നിന്ന്, അതായത് സംഭവ ജീവിത ലെവലിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കഥയല്ല. അതുകൊണ്ടാണ് സംഭവ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. വളരെ മനോഹരമായിട്ടും അതിശയിപ്പിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു വ്യക്തി അവൻ ഡോക്ടറാകുവാനായിട്ട് ഒരു സിനിമ പ്രചോദനമായി എന്നുള്ളത്. അതുമാത്രമല്ല, അതിലെ ഓരോ, അന്ന് കാസറ്റായിരുന്നു, CD ആകുന്നില്ല, കാസറ്റ്, പോസ്റ്റർ, അതിലെ പല കാര്യങ്ങളും അദ്ദേഹം സൂക്ഷിച്ചു വെക്കുകയും മാത്രമല്ല, അതിനുശേഷം ഡോക്ടറായതിനു ശേഷം വിദേശത്തുള്ളവരെ ഈ ഡോക്ടറിൻ്റെ മാനറിസങ്ങൾ കാണിക്കുകയും അവർ തന്നെ അത്ഭുതപ്പെട്ടതായിട്ടും അദ്ദേഹം പറയുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന് 200 തവണ ഈ സിനിമ കണ്ടിരിക്കുന്നു. അതിനുശേഷം റീമാസ്റ്ററിങ് ചെയ്ത് റിലീസാകാനായിട്ട് തുടങ്ങുന്ന ഈ ആഴ്ച, അടുത്ത ആഴ്ച സമയത്തേക്ക് വേണ്ടി അദ്ദേഹം
നാട്ടിലേക്ക് എത്തിയിരിക്കുന്ന വാർത്തയാണ് അതിനെക്കാട്ടിലും രസകരം. നാട്ടിലേക്ക് എത്തിയത് സിനിമയ്ക്ക് റിലീസാകുന്നതിന് മുമ്പ് തന്നെ എത്തി. അതിൻ്റെ പുതിയ പോസ്റ്റർ ശേഖരിക്കണം, അതോടൊപ്പം തന്നെ ആ സിനിമ ആസ്വദിച്ച് കാണണം. അദ്ദേഹം തന്നെ പറയുന്നത്, അദ്ദേഹം തൻ്റെ ഭാര്യയെ കാണിച്ചു, അദ്ദേഹത്തിൻ്റെ 4 മക്കളെ കാണിച്ചു, അദ്ദേഹത്തിൻ്റെ വിദേശത്തുള്ള പല ആൾക്കാരെയും കാണിച്ചതിനോടൊപ്പം തന്നെ ആ ഡോക്ടർമാർക്ക് അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള ലെവൽ, അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ ചലന ലെവൽ കാണിച്ചു കൊടുത്തിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം പറയുന്നതായിട്ട് കാണാം. അപ്പോൾ സിനിമ എന്നുള്ള ലെവൽ ഒരിക്കലും നമ്മൾ ജീവിതത്തിലേക്ക് മാതൃകയാക്കേണ്ട കാര്യമില്ല. കാരണം ഒരു വ്യക്തി സംവിധാനം ചെയ്യുന്നു, ആ സംവിധാനം ചെയ്യുന്ന കഥ, എത്ര പ്രാവശ്യം കഥ എഴുതി വെട്ടിത്തിരുത്തി കുത്തിത്തിരുത്തി അതിനെ തിരുത്തി, പിന്നെ സംഭാഷണം എത്രയോ പ്രാവശ്യം എഴുതി തിരുത്തി, എത്രയോ പ്രാവശ്യം അങ്ങനെ വന്നതിന് ശേഷം ഷൂട്ടിംഗ് തുടങ്ങി, അതിനെക്കുറിച്ച് നടനെക്കുറിച്ച് എത്രയോ പ്രാവശ്യം റിഹേഴ്സൽ എടുത്ത്, പല റിഹേഴ്സൽ എടുത്ത്, എത്രയോ പ്രാവശ്യം എടുത്തതിന് ശേഷമാണ് ഒരു സിനിമ എത്തുന്നു. ആ ചിത്രീകരണ ലെവൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഏത് സിനിമ കണ്ടാലും ആ സിനിമ കാണാനായിട്ട് തോന്നുന്നില്ല. അത്രത്തോളം ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ കഴിയുള്ളൂ എന്ന് തോന്നുന്നു. കാരണം അത്രത്തോളം കാശ് കിട്ടുന്നതുകൊണ്ടാണ് ഇത്രത്തോളം ബോറടിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നതായിട്ട് നമുക്ക് ഒരു ഷൂട്ടിംഗ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇത്രത്തോളം കാശ് കിട്ടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇത്രത്തോളം ബോറടിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും ജോലിയായിട്ട് ചെയ്യുമോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇത്രത്തോളം കാശ് കിട്ടുന്നതുകൊണ്ട് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച് പോയല്ലോ എന്നുള്ളതും വെച്ചുകൊണ്ടായിരിക്കും സിനിമ എന്നുള്ള ലെവലിലേക്ക് പോകുന്നത്. പക്ഷേ ജീവിതത്തിൽ പറഞ്ഞു വരുമ്പോൾ ഈ പറയുന്ന റിഹേഴ്സലോ ഷൂട്ടിംഗ് ഇതൊന്നുമില്ലല്ലോ. ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന കൊടുക്കൽ വാങ്ങൽ ലെവൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ സിനിമയിൽ വരുന്ന ഒരു കാര്യങ്ങളും ജീവിതത്തിലേക്ക് മാതൃകയാക്കാനോ അതുപോലെ ജീവിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ അത് മണ്ടത്തരമാണ്, അങ്ങനെ ചെയ്യാനും പാടില്ല. പിന്നെ അതിൻ്റെ അകത്ത് ചില ആശയങ്ങൾ നമുക്ക് ജീവിതത്തിലേക്ക് മാതൃകയാക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മണിച്ചിത്താഴ് എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ ഒരു വ്യക്തി ഡോക്ടറായി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ട് കഴിയാം.